ഹൈറേഞ്ച് മേഖലയിൽ വന്യജീവി ആക്രമണം വർദ്ധിക്കുമ്പോൾ കുടുംബങ്ങളും ആശങ്കയിലാണ്. കാട്ടാന അടക്കമുള്ള വന്യജീവികൾ കൂടുതലായി കാടിറങ്ങി തുടങ്ങിയതോടെ വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന ഇടങ്ങളിലെ ആളുകളുടെ ഉറക്കം നഷ്ടമാകുന്ന സ്ഥിതിയുണ്ട്. കഴിഞ്ഞ 15 വർഷത്തിനിടയിലെ കണക്കുകൾ പരിശോധിച്ചാൽ ദേവികുളം റേഞ്ചിൽ മാത്രം 50-നടുത്ത ആളുകൾക്ക് വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട്. മുൻകാലങ്ങളിലെങ്ങുമില്ലാത്ത വിധം ദേവികുളം, ഉടുമ്പൻചോല താലൂക്കുകളിൽ വന്യജീവി ശല്യം രൂക്ഷമാകുകയാണ്. കാട്ടാനയും കാട്ടുപോത്തും പുലിയും കടുവയുമെല്ലാം ഒരേപോലെ കുടുംബങ്ങളുടെ സമാധാനം കെടുത്തുന്നു. കാട്ടാനയടക്കമുള്ള വന്യജീവികൾ കൂടുതലായി കാടിറങ്ങി തുടങ്ങിയതോടെ വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന ഇടങ്ങളിലെ ആളുകളുടെ ഉറക്കം നഷ്ടമാകുന്ന സ്ഥിതിയുണ്ട്. ഈ മാസം മാത്രം ദേവികുളം റേഞ്ചിൽ കാട്ടാനയാക്രമണത്തിൽ 3 ജീവനുകൾ നഷ്ടമായി. കഴിഞ്ഞ 15 വർഷത്തിനിടയിലെ കണക്കുകൾ പരിശോധിച്ചാൽ ദേവികുളം റേഞ്ചിൽ മാത്രം 50-നടുത്ത ആളുകൾക്ക് വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട്. 100-ലധികം ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു. കഴിഞ്ഞ 15 വർഷത്തിനിടെ ജില്ലയിലാകെ വന്യജീവി ആക്രമണത്തിൽ 80-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായി. ഇതിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് കാട്ടാനയുടെ ആക്രമണത്തിലാണ്. ഇത്തരത്തിൽ വർദ്ധിച്ചുവരുന്ന ഭീതി തോട്ടമേഖലയിലും മറ്റുമുള്ള സാധാരണക്കാരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കാട്ടാന ശല്യം രൂക്ഷമായ മേഖലകളിൽ ദുരിതകർമ്മസേന നിരീക്ഷണം തുടങ്ങണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. അപകടകാരികളായ ആനകളുടെ വിവരശേഖരണം വനംവകുപ്പ് നടത്തണമെന്നും ഈ ആനകളെ ജനവാസ മേഖലയിൽ നിന്നും ഉൾവനത്തിലേക്ക് തുരത്തണമെന്നും ആവശ്യമുയരുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.